നമസ്കാരം. RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ ADGP അജിത് കുമാറിനെ സ്ഥാനത്ത് നിന്ന് മാറ്റിയേ തീരൂ എന്ന കടുത്ത നിലപാടുമായി CPI. LDF സർക്കാർ നിയമിച്ച ഉന്നത ഉദ്യോഗസ്ഥന് RSS ബന്ധം പാടില്ല എന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു. CPI കോട്ടയം ജില്ലാ നേതൃ ക്യാമ്പിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം. ക്രമസമാധാന ചുമതലയുള്ള ഉദ്യോഗസ്ഥന് ഒരു കാരണവശാലും RSS ബന്ധം പാടില്ല. ഒരു വട്ടമല്ല, 2 വട്ടം എന്തിനാണ് അദ്ദേഹം RSS നേതാക്കളെ കണ്ടത് എന്നത് ആർക്കും അറിയാത്ത കാരണങ്ങളാൽ അറിയപ്പെടുന്ന RSS നേതാക്കളെ MR അജിത് കുമാർ കണ്ടു. LDF ഭരിക്കുമ്പോൾ ക്രമസമാധാന ചുമതലയുള്ള ADGP-യായി ഇരിക്കാൻ അദ്ദേഹം അർഹനല്ല. ഇതാണ് CPI നിലപാട്. ഇത് ഉറച്ച നിലപാടാണ്. ADGP-യുടെ ചുമതല വഹിക്കാൻ RSS ബന്ധമുള്ള ഉദ്യോഗസ്ഥന് അർഹതയില്ല. അദ്ദേഹം മാറിയേ തീരൂ എന്നും ബിനോയ് വിശ്വം പറഞ്ഞു. PV അൻവറിനെതിരായ CPM-ന്റെ പ്രകോപനപരമായ മുദ്രാവാക്യത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് കൈയും കാലും വെട്ടുമെന്ന ശൈലി കമ്മ്യൂണിസ്റ്റ് ശൈലിയല്ലെന്നും ആശയത്തെ എതിർക്കേണ്ടത് ആശയം കൊണ്ടാണെന്നുമായിരുന്നു ബിനോയ് വിശ്വത്തിൻ്റെ മറുപടി. അൻവർ ഒരിക്കലും ഇടതുപക്ഷ മൂല്യങ്ങളുടെ കാവൽക്കാരനല്ലെന്നും അദ്ദേഹം നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഇത്തരം വിഷയങ്ങളിൽ ഇടതുപക്ഷ പരിഹാരമാണ് വേണ്ടത് എന്നും ബിനോയ് വിശ്വം വ്യക്തമാക്കി. ഇത്തരം വിഷയങ്ങളിൽ ഇടതുപക്ഷ പരിഹാരമല്ലാതെ മറ്റൊരു പരിഹാരം കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാണുന്നില്ല. ഇടതുപക്ഷവും അതിൻ്റെ മൂല്യങ്ങളും അതിൻ്റെ രാഷ്ട്രീയവും ശരിയാണെന്ന് ഉയർത്തിപ്പിടിക്കേണ്ട ഘട്ടമാണ് ഇത്. ആ മൂല്യങ്ങളെ മറന്നുകൊണ്ടുള്ള പരിഹാരത്തിന് ആരും ശ്രമിക്കരുത്. ഇടതുപക്ഷ മൂല്യങ്ങൾ പ്രധാനപ്പെട്ടതാണ്. അതിൻ്റെ കാവൽക്കാരനാണ് അൻവർ എന്ന് കരുതാൻ CPI-ക്ക് ആകില്ല. ഇടതുപക്ഷ മൂല്യങ്ങളുടെ കാവൽക്കാരനെ പോലെ അൻവർ ഭാവിച്ചാലോ അൻവറിനെ ആരെങ്കിലും ഉയർത്തിക്കാട്ടിയാലോ എത്രമാത്രം ശരിയാകുമെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സംശയമുണ്ട്. ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ശരികളെ ചോദ്യം ചെയ്തുകൊണ്ടും വെല്ലുവിളിച്ചുകൊണ്ടുമാണ് അൻവർ 2011 ഏറനാട്ടിൽ മത്സരിച്ചത്. LDF-ന്റെ അന്നത്തെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായിട്ട് അവിടെ മത്സരിച്ച അഷ്റഫ് കാളിയത്തിനെ പരാജയപ്പെടുത്താനായി മത്സരിച്ച ആളാണ് അൻവർ. അന്ന് ഞങ്ങളുടെ പാർട്ടിയെ നയിച്ച CK ചന്ദ്രപ്പൻ പറഞ്ഞു, എന്തെല്ലാം സമ്മർദ്ദം വന്നാലും പ്രലോഭനമുണ്ടായാലും പാർട്ടി മൂല്യങ്ങളെ മുറുക്ക പിടിക്കണമെന്ന്. അന്ന് LDF-ന്റെ അഷ്റഫ് കാളിയത്ത് ദയനീയമായി പരാജയപ്പെട്ടു. അൻവറിന് വലിയ വോട്ട് കിട്ടി. ആ പോരാട്ടം ശരിക്കു വേണ്ടിയുള്ളതായിരുന്നു, നീതിക്ക് വേണ്ടിയുള്ളതായിരുന്നു, കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളെ കാത്തുരക്ഷിക്കാൻ വേണ്ടിയായിരുന്നു. അതിൻ്റെ ഓർമ്മകളെ സ്പർശിച്ചു പറയട്ടെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിൽക്കുന്നത് മൂല്യങ്ങൾക്ക് വേണ്ടിയാണ്. അതിനെ മുറുക്കപ്പിടിക്കുന്ന പരിഹാരമാണ് ഉണ്ടാകേണ്ടത്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകളും തീരുമാനങ്ങളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും LDF-ലും ഉണ്ടാകുമെന്ന് ഉറപ്പിക്കാം എന്നും ബിനോയ് വിശ്വം പ്രതീക്ഷ പ്രകടിപ്പിച്ചു. കേരളത്തിൻ്റെ ക്രമസമാധാന ചുമതലയുള്ള ADGP ഒരു കാരണവശാലും RSS ബന്ധം ഉണ്ടാവാൻ പാടില്ല. ADGP-യെ മാറ്റണം എന്നത് ബിനോയ് വിശ്വത്തിൻ്റെ നിലപാടാണെന്ന CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ്റെ പ്രതികരണത്തെ ബിനോയ് വിശ്വം തള്ളുകയും ചെയ്തു. താൻ പറഞ്ഞത് CPI-യുടെ നിലപാടാണെന്നും അതിൽ മാറ്റമൊന്നുമില്ലെന്നും ബിനോയ് വ്യക്തമാക്കി. RSS നേതാക്കന്മാരെ കാണുന്ന ഒരു ഉദ്യോഗസ്ഥൻ LDF ഭരിക്കുന്ന സർക്കാരിൽ ഉണ്ടാകാൻ പാടില്ല എന്നും ADGP-യെ മാറ്റണം എന്നത് പാർട്ടിയുടെ ഉറച്ച തീരുമാനമാണെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. PV അൻവറിൻ്റെ നിലപാടിനെയും ബിനോയ് വിശ്വം വിമർശിച്ചിരുന്നു. ഇടതുപക്ഷ രാഷ്ട്രീയത്തെക്കുറിച്ച് ബോധ്യമുള്ള ആളല്ല അൻവർ. LDF-ന്റെ ഭാഗമായോ ഇടതുപക്ഷത്തിൻ്റെ രക്ഷകനായോ അല്ല ഞങ്ങൾ അൻവറിനെ കാണുന്നത്. അൻവറിന് രക്ഷകവേഷം നൽകുന്നുണ്ട്. എന്നാൽ ഞങ്ങളത് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നില്ല. ആരെല്ലാമാണ് അൻവറിൻ്റെ പിറകിലുള്ളത് എന്ന് പതുക്കെ പുറത്തു വന്നേക്കാം എന്നും ബിനോയ് വിശ്വം പറഞ്ഞു. അതേസമയം PV അൻവറിനെതിരെയുള്ള CPM പ്രവർത്തകരുടെ കൊലവിളി മുദ്രാവാക്യത്തെയും ബിനോയ് വിശ്വം വിമർശിച്ചിരുന്നു. കൈയും കാലും വെട്ടും എന്നത് കമ്മ്യൂണിസ്റ്റ് ശൈലിയല്ലെന്നും ആശയങ്ങളെ എതിർക്കേണ്ടത് ആശയങ്ങൾ കൊണ്ടാകണമെന്നും ബിനോയ് വിശ്വം വ്യക്തമാക്കി.